കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ വിജിലൻസിന്റെ പിടിയിൽ. തിരുവനന്തപുരം നെയ്യാറ്റിൻകര കാരോട് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ സന്ദീപാണ് പിടിയിലായത്. ലൈഫ് പദ്ധതിയിൽപ്പെട്ട വീട് നിർമ്മാണത്തിന്റെ അപേക്ഷയ്ക്കായി 2500 രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടെന്നായിരുന്നു പരാതി. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ ജെബി ചേരുന്നു. ജിബിൻ ജെബി, സാധാരണക്കാരന് വീടില്ലാത്തവന് ഒരു താങ്ങെന്ന നിലയിലാണ് ഈ ലൈഫ് പദ്ധതി ആരംഭിച്ചത്. അത്തരത്തിലുള്ള വളരെ പാവങ്ങളിൽ പാവപ്പെട്ടവരായിട്ടുള്ള ഈ സാധാരണക്കാരെ, ഈ പാവങ്ങളെയും കൊള്ളയടിക്കുന്ന തരത്തിലുള്ള, അവരിൽ നിന്ന് പോലും കൈക്കൂലി ആവശ്യപ്പെടുന്ന വിധത്തിലുള്ള ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ എന്ത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറാണ് ജിബിൻ ജെബി? ദിലീപ് അത് തന്നെയാണ് കാരണം. സാധാരണക്കാരനായ ഒരു വീട് പോലും സ്വന്തമായിട്ടില്ലാത്തവരാണ് ഈ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുന്നത്. ഈ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി എന്തൊക്കെ കാലതാമസം എടുക്കുമെന്നും അതിന്റെ ക്രൈറ്റീരിയ ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അങ്ങനെ കഷ്ടപ്പെട്ട് ഈ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ട ഒരാളാണ് ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിലായിരിക്കുന്നത്. കാരണം ഈ കാരോട് വില്ലേജിലാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. ഇദ്ദേഹം ഈ ലൈഫ് പദ്ധതിയിൽ ഒടുവിൽ ഉൾപ്പെട്ടിരുന്നു. ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെട്ടതിനു ശേഷം ആദ്യ ഗഡുവിനായി അപ്ലൈ ചെയ്ത സമയത്തും ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറായിട്ടുള്ള സന്ദീപ് ഇയാളുടെ കയ്യിൽ നിന്ന് കൈക്കൂലിയായി 2500 രൂപ വാങ്ങിയിരുന്നു. പിന്നീട് രണ്ടാം ഗഡു നൽകുന്ന സമയത്ത് കൈക്കൂലി വാങ്ങിയിരുന്നു. ഇതിന് പിന്നാലെ ഈ അവസാന ഗഡു, മൂന്നാം ഗഡു നൽകുന്ന സമയത്താണ് ഇപ്പോൾ വീണ്ടും 2500 രൂപ ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ കൈക്കൂലിയായി ആവശ്യപ്പെടുകയും ചെയ്തത്. തുടർന്നാണ് ഈ വീട്ടുടമ വിജിലൻസിന് ഇക്കാര്യം അറിയിക്കുന്നത്. തുടർന്ന് വിജിലൻസിന്റെ ഡിവൈഎസ്പി ദിലീപ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് 2500 രൂപയിൽ ഫിനോഫ്തലിൻ നൽകിയ ശേഷം ഇയാൾക്ക് കൈമാറുന്നത്. തുടർന്ന് ഇതെന്ന് ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർക്ക് വില്ലേജ് ഓഫീസിൽ വന്ന് കൈമാറുന്നതിനിടെയാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ പിടികൂടുകയും ചെയ്യുന്നത്. പിടികൂടുന്ന സമയത്ത് ഈ ഫിനോഫ്തലിൻ പുരട്ടിയിരുന്ന 2500 രൂപയും ഇയാളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വില്ലേജ് ഓഫീസിൽ ഇപ്പോൾ ഇയാളെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ സന്ദീപ് എന്ന് പറയുന്ന ഈ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ 2016-17 കാലയളവിൽ കൊല്ലത്ത് നിന്നും സമാന രീതിയിൽ കൈക്കൂലി കേസുമായി ബന്ധപ്പെട്ട് ഇയാളെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇതിന്റെ കേസ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ദിലീപ് കുമാർ പറഞ്ഞതുപോലെ തന്നെ, അതായത് ഒരു പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. കാരണം ഏറ്റവും സാധാരണക്കാരനായിട്ടുള്ള ഒരു വീട് പോലും സ്വന്തമായിട്ടില്ലാത്ത ഒരാളുടെ കയ്യിൽ നിന്നാണ് ഇയാൾ മൂന്നാമത്തെ തവണയും കൈക്കൂലി ആവശ്യപ്പെട്ടിട്ടുള്ളതെന്നാണ് എടുത്തു പറയേണ്ടത്. ദിലീപ് കുമാർ, വളരെ ക്രൂരമായ സംഭവം എന്ന് തന്നെ പറയാം. സാധാരണക്കാർ, പാവങ്ങളിൽ പാവങ്ങളായിട്ടുള്ള മനുഷ്യർക്ക്, ഒരു വീടില്ലാത്ത മനുഷ്യർക്ക് വേണ്ടി വീട് വെച്ചു കൊടുക്കുന്നതിനുള്ള പദ്ധതിയാണ് ലൈഫ് പദ്ധതി. ആ ലൈഫ് പദ്ധതിയിൽപ്പെട്ടവരിൽ നിന്ന് പോലും കൈക്കൂലി വാങ്ങുന്ന സർക്കാർ ഉദ്യോഗസ്ഥർ, കൈക്കൂലി എന്നതൊരു അവകാശമായി മാറിയിട്ടുള്ള ഇയാളെപ്പോലെയുള്ള ഈ ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി തന്നെ സ്വീകരിക്കണം. ഇതാദ്യത്തെ സംഭവമല്ല എന്ന കാര്യവും ഇപ്പോൾ ജിബിൻ ജെബി പറയുന്നുണ്ട്. നേരത്തെ കൊല്ലത്ത് അവിടെ ജോലി ചെയ്തിരുന്നപ്പോഴും സമാനമായ നിലയിൽ പാവങ്ങളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയതിന് പിടിയിലായിട്ടുള്ള ആളാണ് ഈ ഉദ്യോഗസ്ഥനെന്നാണ് ഇപ്പോൾ ജിബിൻ ജെബി റിപ്പോർട്ട് ചെയ്യുന്നത്. അത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകട്ടെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.